സ്ത്രീകൾ വരികയാണെങ്കിൽ പറയും നിങ്ങൾ ഒരാളായിട്ട് വരരുത്, ഒന്നില്ലെങ്കിൽ കൂട്ടുകാർ സ്ത്രീകൾ വേണം. സാർ ഇപ്പോൾ യൂണിവേഴ്സിറ്റീസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ, വിദേശ യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള ഒരു ടൈപ്പ് സാർ പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ് സാർ? വിദേശികൾ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ടോ? വിദേശികൾ പഠിക്കാൻ വന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. ഇവിടെ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം, മറ്റ് കളക്ട്രേറ്റിൽ കൊടുക്കണം. ഇവരുടെ മുഴുവൻ ചുമതലയും ഞങ്ങൾക്കാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഏകദേശം ഒരു കോട്ടയത്ത് നിന്ന് 2 ദിവസം കൊണ്ട് പഠിപ്പിച്ചു. അടുത്ത സ്ഥലത്ത് തൊട്ടടുത്ത ചങ്ങനാശ്ശേരി, പിന്നെ തിരുവല്ല, അങ്ങനെ പോയിട്ട് തിരുവനന്തപുരം ചുറ്റിക്കറങ്ങി വരിക. ഞാൻ എന്നെയല്ല നോക്കുന്നത്, ഇവിടെയുള്ളവരെല്ലാം എൻ്റെ സഹോദരങ്ങളല്ലേ. സ്ത്രീകൾ വരികയാണെങ്കിൽ പറയും നിങ്ങൾ ഒരാളായിട്ട് വരരുത്, ഒന്നില്ലെങ്കിൽ കൂട്ടുകാർ സ്ത്രീകൾ വേണം. കോഴിക്കോട് അതായത് 5 സ്ത്രീകളാണ് ഒരുമിച്ച് വന്ന്, എല്ലാം കളക്ട്രേറ്റിലെ ഉദ്യോഗസ്ഥകളാണ്. അവർ 5 പേര് വന്ന് വളരെ സന്തോഷമായിട്ടാണ് പഠിപ്പിച്ചു വിടുന്നത്. കോട്ടയത്ത് പഠിക്കുമ്പോൾ അമ്മയും മകളും കൂടിയാണ് വന്നത്. മകളോ MBBSൻ്റെ 3rd ഇയർ. അതെല്ലാം അനുഭവങ്ങളാണെന്നേ. അവരെ എല്ലാം സന്തോഷത്തോടുകൂടി മർമ്മവിദ്യകൾ പഠിപ്പിച്ചു വിടുകയാണ്. അവരോടും പറയുന്ന വീടുകളിൽ പോയിട്ട് ചേട്ടത്തിയോ അനിയത്തിയോ അമ്മയോ മകളോ എല്ലാവർക്കും കൊടുക്കുക. നിങ്ങൾക്ക് ഈ വിദ്യ തരുന്ന ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരുപാട് 73 ആശാന്മാരാണ് എനിക്ക് പലതിൽ നിന്ന് കിട്ടിയത്. ഇതെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളും ഒന്നും പിടിച്ചു കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം. ഇത് തന്നെയാണ് ഞങ്ങളുടെ കടമെന്ന് ഗ്രാൻഡ് മാഷ് എന്നുള്ളത്.